നമസ്കാരം. പള്ളിമുക്കത്ത് വലിയ പടയണിയുടെ ദൃശ്യവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ലൈവ് കണ്ടിരുന്നു. വലിയ പടയണി കോലങ്ങളുടെ എതിരേൽപ്പ്, അതായത് അതിനെ വരവേൽറ്റുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ SG ചാനലിലൂടെ കാണുന്നത്. അപ്പോൾ ലൈവ് ഇടുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ ലൈവിൽ അത്രയും ക്ലിയറായിട്ട് നമുക്ക് കാര്യങ്ങൾ കാണുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ അതിൻ്റെ കാര്യങ്ങൾ മൊത്തമായി നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ആ കോലങ്ങളെ, അതായത് ഭൈരവി കോലം പോലത്തെ വലിയ പടയണി കോലങ്ങൾ നല്ല രീതിയിൽ അലങ്കരിച്ച് അതിനെ ഘോഷയാത്രയായി അനുകരിച്ച് ക്ഷേത്രാങ്കണങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യവിരുന്നാണ് ഇപ്പോൾ നമ്മൾ SG ചാനലിലൂടെ കാണുന്നത്. അപ്പോൾ കാണാം, അതിവിപുലീയമായ സജ്ജീകരണങ്ങളോടെ അതിൻ്റെ ഭാരവാഹികൾ അത് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വർണ്ണശബളമായ രീതിയിൽ വളരെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലൂടെയാണ് ഈ ഘോഷയാത്ര കടന്നു പോകുന്നത്. നമ്മുടെ വഞ്ചിപ്പടി മുതൽ പള്ളിമുക്കത്ത് ദേവീക്ഷേത്രത്തിൻ്റെ സന്നിധിയിലെത്തി അവിടെ ഇത് പ്രകാശനം ചെയ്യുന്ന രീതിയിൽ വളരെ വിപുലമായ ചടങ്ങുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഞാനൊരു ആമുഖം പോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഇതിൽ. അപ്പോൾ നമുക്ക് കാണാം, ഘോഷയാത്രയായിട്ട് പടയണി കോലങ്ങളെ വളരെ നല്ല രീതിയിൽ വരവേറ്റുകൊണ്ട് ചെണ്ടമേളവും മറ്റ് തീവട്ടി ഒക്കെ ആയിട്ട് ആളുകൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് അതിനോടൊപ്പം തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ SG ചാനലിൽ കാണുന്നത്. ഇത് രാത്രിയിൽ, നമുക്കറിയാം, രാത്രിയിൽ ഏകദേശം 10:30ക്ക് ശേഷമാണ് ഈ ചടങ്ങുകൾ ആരംഭിച്ചത്. അപ്പോൾ ആ ചടങ്ങുകൾ ആരംഭിച്ചപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ രാത്രിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട്. കാര്യം വെച്ചാൽ ലൈറ്റ്, ഒന്നാമത്തെ കാര്യം ലൈറ്റിൻ്റെ ഇഷ്യൂ, രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നല്ല രീതിയിൽ തിരക്കോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്രയും ക്ലാരിറ്റിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഞാൻ 2-3 ലൈവ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കാണാം, ആ ഘോഷയാത്രയുടെ ഏറ്റവും ബാക്കിലായിട്ടാണ് ഈ മെയിനായിട്ടുള്ള 2 കോലങ്ങൾ വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ കോലങ്ങളും ആ ക്ഷേത്രാങ്കണങ്ങളിലേക്ക് പോകുന്ന ദൃശ്യവിരുന്ന് ആണ് ഇപ്പോൾ നമ്മൾ SG ചാനലിൽ കാണുന്നത്. അപ്പോൾ അതിനെ വളരെ പ്രാചീനമായിട്ട്, അതായത് വളരെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ആചാരം നമ്മുടെ പള്ളിമുക്കത്ത് ദേവീക്ഷേത്രത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ അത് എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും അതിവിപുലീകരമായ ആളുകൾ, ഓരോ വർഷവും ജനക്കൂട്ടം ഇതിനെ ആനയിക്കുവാൻ വേണ്ടി കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ആ കോലത്തിൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ട്, അതായത് നമ്മൾ തൊട്ടടുത്ത് നിന്ന് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് അവരങ്ങനെ ഒരു സാധനം വർഷങ്ങളായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രാചീന കാലങ്ങളിലെ ആചാരങ്ങളും മറ്റും നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികളുടെ വകയായിട്ടുള്ള ചെറിയ ഈ പറഞ്ഞ കെട്ടുകാഴ്ചകളും പോലത്തെ ചെറിയ ചെറിയ സാധനങ്ങളും മറ്റും ഈ ഘോഷയാത്രയെ അനുകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികളും കൊണ്ടുകൂടി അത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് കാണാം, ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം അതിലുള്ള എല്ലാ കലാകാരന്മാരും ചേർന്നുള്ള ഒരു പരിപാടി അവിടെ അവതരിപ്പിക്കുകയും തുടർന്ന് എല്ലാ കോലങ്ങളുടെയും അതിവിപുലീയമായ പരിപാടി പുലർച്ചെ വരെ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. അപ്പോൾ അതിലെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ SG ചാനലിൽ കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.